ഹായ് ഗായ്സ്, എല്ലാവർക്കും മിറ്റക്സ് വ്ലോഗിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്ന വെച്ചാൽ നമ്മൾ സ്ഥിരം സ്പോട്ടായ ചെന്നോട് തന്നെയാണ്. തമ്പിനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പാർട്ട് 1 വാണമ്പലിൽ നിന്ന് ഷൊർണൂർ, മറ്റേ പാർട്ട് ഷൊർണൂരിൽ നിന്ന് ജോർപേട്ടയ്ക്ക്. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 2:30, 2:30 നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പം ടൈം 1:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ നിലമ്പൂർ റോഡ് ഷൊർണൂർ പാതയിൽ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇലക്ട്രിസിറ്റി പാസിങ് കൊണ്ട് അവിടുത്തെ തടസ്സമായ മരങ്ങളൊക്കെ ഇവിടുന്ന് വെട്ടിയിട്ടുണ്ട്. പിന്നെ മഴ ചെറിയൊരു ചാറ്റലുണ്ട്. അപ്പോൾ നമുക്കിനി എത്രത്തോളം നമ്മുടെ കാഴ്ചകൾ പകർത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. പരമാവധി പകർത്തുന്നതായിരിക്കും. ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഓട്ടോയിൽ നമുക്ക് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നിലമ്പൂർ പോയി നിലമ്പൂരിൽ നിന്ന് നമ്മൾ ഷൊർണൂരിലോട്ടാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചുമ്മാ നമ്മുടെ ട്രെയിന് വെറുതെ ഒരു ട്രാവലിംഗ് ആണ് നിലമ്പൂരിലോട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഇലക്ട്രിസിറ്റി വയറ് അപ്പോൾ ആ ടിക്കറ്റ് കിട്ടി. 40 രൂപയാണ് നമുക്ക് വാണമ്പലിൽ നിന്ന് ഷൊർണൂരിലോട്ട് നിലമ്പൂരിലോട്ടായത്. നമുക്ക് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ വരെ പോകുന്ന ഷൊർണൂർ നിലമ്പൂർ റോഡ് സ്പെഷ്യൽ എക്സ്പ്രസ് ആണ് നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിന് നിലമ്പൂർ പോയി ലോക്കൽ റിവേഴ്സിന് ശേഷം ഇത് നിലമ്പൂർ റോഡ് പാലക്കാട് സ്പെഷ്യൽ ട്രെയിൻ ആയിട്ട് ഓടുന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇത് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഓണടിച്ചാൽ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് കടക്കല്ലേ എന്നെ കാണുന്നുണ്ട്.
റോഡ് പണി നിലമ്പൂരിലെ ഗേറ്റ് തെരുവിന് സമീപം ഇതാ ഇവിടെ ഒരു മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് റോഡിന്റെ. ഇത് നമ്മുടെ ട്രെയിൻ ട്രാക്കിന്റെ അടിയിലൂടെ തുരങ്കം രൂപപ്പെടുത്തി അതിലൂടെയാണ് ഗതാഗതം ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു കിടിലൻ ഐഡിയ തന്നെയാണ്. നിലമ്പൂർ റോഡ് പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റോഡ് സ്പെഷ്യൽ എക്സ്പ്രസ് കടന്നു വരുന്നത്. നിലമ്പൂർ റോഡ് ജംഗ്ഷൻ ഇവിടെ 3 ലൈനാണുള്ളത്. ഒന്നില് നമ്മുടെ നിലമ്പൂർ റോഡ് കൊച്ചുവേളി രാജറാണി എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. ഇതിനി ഇവിടുന്ന് രാത്രി 9:40 മാത്രമേ ട്രെയിൻ ഇവിടുന്ന് എടുക്കത്തുള്ളൂ. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലോട്ട് നമുക്ക് 70 രൂപയാണ് ടിക്കറ്റ് ചാർജിങ് വരുന്നത്. അൺറിസർവ്ഡ് ആണ്. കൃത്യം 3:36 തന്നെ നമ്മുടെ ട്രെയിന് നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് 4:10 നിലമ്പൂർ റോഡ് പാലക്കാട് സ്പെഷ്യൽ ട്രെയിൻ ആയിട്ട് റിക്ഷയിൽ നടക്കത്തുള്ളൂ. ഈ ഒരു ട്രെയിന് നമ്മുടെ രാജറാണി ട്രെയിൻ റൈറ്റ് ഷെയറിങ് നാഗർകോവിൽ കൊച്ചുവേളി നിലമ്പൂർ ഷൊർണൂർ ജംഗ്ഷൻ ഇതാണ് ഇതിന്റെ റൈറ്റ് ഷെയറിങ് വരുന്നത്. നാഗർകോവിൽ കൊച്ചി നിലമ്പൂർ ജംഗ്ഷൻ നിലമ്പൂർ ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ റൈറ്റ് ഷെയറിങ് ഷൊർണൂർ നിലമ്പൂർ റോഡ് പാലക്കാട് തൃശ്ശൂർ ഷൊർണൂർ. നമ്മുടെ ഈ ട്രെയിന് കൃത്യം 4:10 തന്നെ ഓൺ ടൈം ആയി നമ്മുടെ നിലമ്പൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുത്ത സ്റ്റോപ്പ് വാണിയമ്പലമാണ്. വാണിയമ്പലം കൃത്യം 4:20 എത്തേണ്ടത്. ഡിലേ ആകുമെന്ന് അറിയത്തില്ല. നിലമ്പൂർ റോഡിനോട് യാത്ര.
അപ്പം നമ്മൾ നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ 2 മിനിറ്റ് ഹോൾട്ടിങ്ങിനാണ്. ഇവിടെ കൃത്യം 4:20 എത്തേണ്ടത്. 2 മിനിറ്റ് ഡിലേ ആയിക്കൊണ്ട് 4:22. നമ്മുടെ ട്രെയിന് കൃത്യം 4:24 തന്നെ നമ്മുടെ ട്രെയിന് വാണമ്പലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അടുത്തത് തൊടിയപ്പുലം, ശേഷം തൂവൂര്. അപ്പോൾ നമ്മൾ തൊടിയപ്പുറത്ത് കൃത്യം 4:28 തന്നെ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 4:29 നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഹോൾട്ടിംഗ് ടൈം. തുവൂർ റെയിൽവേ സ്റ്റേഷനിൽ കൃത്യം 4:33 തന്നെ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇവിടെയും 1 മിനിറ്റ് ഹോൾട്ടിംഗ് ടൈം ആയിരിക്കും. പ്ലാറ്റ്ഫോം അല്പം കൂടിയാണ്. കൃത്യം 4:34 തന്നെ നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ചാടിലെന്തെങ്കിലും പോണല്ലേ അവരിക്കോട്ടെ. മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കൃത്യം 4:40 തന്നെ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇലക്ട്രിക് സപ്ലൈ വരുന്നത്. ഇവിടെ മിക്കവാറും 2 മിനിറ്റ് ആയിരിക്കും ഹോൾട്ടിംഗ് ടൈം എന്ന് തോന്നുന്നു. ഇവിടെ കൃത്യം 4:42 തന്നെ നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. അടുത്തത് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനാണ്.
പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കൃത്യം 4:48 നിന്ന് നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇവിടെ 1 മിനിറ്റ് ആയിരിക്കും ഹോൾട്ടിംഗ് ടൈം. ഇവിടെ 2 മിനിറ്റ് ഹോൾട്ടിങ്ങിന് ശേഷം കൃത്യം 4:50 നമ്മൾ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തത്. സീറ്റ് മുഴുവനാക്കിയില്ല ആണോ എന്തേ കണ്ടിട്ടില്ല ഇന്ന് കട്ടലിൽ പോണം. ഓളെ മുന്നിൽ കൂടെ പോകുമ്പോ കാണാൻ എല്ലാവരും ഉണ്ട്. മുത്തച്ഛന്മാരും മുത്തച്ഛകളൊക്കെ ഉണ്ട്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ കൃത്യം 4:55 നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മിനിമം 4 മിനിറ്റ് ആയിരിക്കും ഹോൾട്ടിംഗ് ടൈം. ABCD ഫുള്ളുണ്ടായിരുന്നു. ഇവിടെയും 3 ലൈനാണ് വരുന്നത്. കൃത്യം 4:58 തന്നെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെറുകര റെയിൽവേ സ്റ്റേഷനാണ്. അത് വലത് ഭാഗത്ത് താഴതിന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇതാണ്ടോ ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ കൃത്യം 5:04 തന്നെ നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കൃത്യം 5:05 തന്നെ നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഹോൾട്ടിങ്ങിന് ശേഷം.
കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ 5:11 ട്രെയിൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെയും 1 മിനിറ്റ് ആയിരിക്കും ഹോൾട്ടിംഗ് ടൈം. ഒരു മിനിറ്റ് ഹോൾട്ടിങ്ങിന് ശേഷം 5:13 വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കൃത്യം 5:18 തന്നെ ട്രെയിൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അഞ്ച് 19 ഇവിടുന്ന് ട്രെയിൻ എത്തുന്നത്. 1 മിനിറ്റ് ഹോൾട്ടിംഗ് ടൈം. അങ്ങനെ ഫൈനൽ നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ 4 മണിക്കൂറോളം വെയിറ്റ് ചെയ്യാനുണ്ട്. ഒരുപാട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് പരമാവധി കാണാം. ഇന്നത്തെ വീഡിയോ നമ്മൾ 5 അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇനി അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ കാണുന്നുണ്ടെന്ന് നമ്മുടെ ബാക്കിൽ നിൽക്കുന്നത് നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ സ്പെഷ്യൽ ട്രെയിൻ ആണ്. ഈ ട്രെയിനിന് റെസ്റ്റിംഗ് നടത്തി നാളെ സുബൈക്ക് നമ്മുടെ രാജറാണി വാണമ്പലത്തിൽ നിൽക്കുന്ന സമയത്ത് ക്രോസിംഗിനായി വരുന്ന ഒരു ട്രെയിനാണ് ഇപ്പൊ എന്റെ ബാക്കിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അപ്പോൾ ഇന്നത്തെ പാർട്ട് 1 വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും പാർട്ട് 2 കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റേഷൻസ് ഒന്നും ഇടാൻ പറ്റത്തില്ല. നമ്മളവിടെ ജുലാർപേട്ട ഇറങ്ങിയതിന് ശേഷം പരമാവധി വീഡിയോസ് ഒക്കെ എടുക്കാൻ ഞാൻ ശ്രമിക്കും. ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യുന്നു. ഒരു വട്ടം കൂടെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ അടുത്ത പാർട്ട് എല്ലാവരും നിർബന്ധമായിട്ടും കാണേണ്ടതാണ്.